ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്ക് കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജിക്ക് ഉള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക എന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ സാധനമാണ്. പല പ്രാവശ്യവും എക്സാമിന് ചോദിച്ചുള്ളൊരു ടോപ്പിക് കൂടിയാണ്. ഒന്നുകിൽ ഏതെങ്കിലും പ്രോബ്ലത്തിൻ്റെ പാർട്ടായിട്ടോ അല്ലെങ്കിൽ ഡെറിവേഷനായിട്ടോ ഒക്കെ ഈ ചോദ്യം വരാറുണ്ട്. ഓക്കെ, ഇതിൽ നമുക്ക് ഒരു കപ്പാസിറ്റർ പ്ലേറ്റ് അല്ലേ, അതിൻ്റെ ഏരിയയാണ് കപ്പാസിറ്റർ തന്നിട്ടുണ്ട്. കപ്പാസിറ്ററിൻ്റെ ഇടയിൽ സ്പേസ് നമുക്ക് എളുപ്പത്തിന് വേണ്ടി നമുക്ക് എയർ അല്ലെങ്കിൽ വാക്യൂം എടുക്കാം. ഇതിൻ്റെ കപ്പാസിറ്റൻസ് സി ആണ്. സി കപ്പാസിറ്റൻസ് ഉള്ള ഒരു കപ്പാസിറ്റർ. നിങ്ങൾക്കറിയാം ആ കപ്പാസിറ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ ഏരിയ, പ്ലേറ്റിൻ്റെ ഏരിയ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്, പ്ലേറ്റ് നമ്മുടെ ഡിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്, മീഡിയം ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്, ഇതൊക്കെ പറഞ്ഞു. ഞാൻ ഈ കപ്പാസിറ്റർ പ്ലേറ്റ്സിനെ ഒരു എക്സ്റ്റേണൽ സെല്ലുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. സെല്ലുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഇവിടെ നമുക്കിവിടെ ഒരു കീ ഇവിടെ വെക്കാം. ശരി, ഒരു സ്വിച്ച് ഇവിടെ വെക്കാം, കണക്ട് ചെയ്യാം. ഇനീഷ്യലി നമ്മൾ സ്വിച്ച് ഓഫ് സ്റ്റേറ്റിലാണ്, ഓഫ് സ്റ്റേറ്റാണ് എന്ന് പറഞ്ഞാൽ ഈ കപ്പാസിറ്ററിൻ്റെ മുകളിൽ പ്ലേറ്റിൻ്റെ മുകളിൽ ഇപ്പോൾ നിലവിൽ ചാർജ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ചാർജ് Q = ഇത് പറയാം 0 എന്ന് പറയാം. രണ്ട് പ്ലേറ്റിന് മുകളിൽ ചാർജ് ഇല്ല. ശരി, നമ്മൾ കൊടുത്തിരിക്കുന്ന സെല്ലിൻ്റെ മാക്സിമം EMF എന്ന് പറഞ്ഞാൽ V എന്ന് എടുക്കാം. ശരി, ഞാനിവിടെ ഈ സർക്യൂട്ട് ഓൺ ചെയ്യാൻ പോവാണ്. സർക്യൂട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നൗ ദ ചാർജസ് will flow from this plate to the second one അല്ലേ. അപ്പോൾ ചാർജ്, പോസിറ്റീവ് ചാർജ് ഈ ഫസ്റ്റ് പ്ലേറ്റിൽ നിന്ന് സെക്കൻഡ് പ്ലേറ്റിലേക്ക് വരുമ്പോൾ എന്ത് പറ്റും? നിങ്ങൾ ഈ ഫസ്റ്റ് പ്ലേറ്റിൻ്റെ മുകളിൽ പതുക്കെ എന്ത് കിട്ടും? പോസിറ്റീവ് ചാർജ് കിട്ടും. സെക്കൻഡ് പ്ലേറ്റിൻ്റെ മുകളിൽ നെഗറ്റീവ് ചാർജ് കിട്ടും. ശരിയല്ലേ? അപ്പോൾ ഈ Q എന്ന വാല്യൂ എന്ത് ചെയ്യും? ക്രമേണ മാറി മാറി വരും. ശരിയാണല്ലോ. ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻറ്റിൽ ഒരു സമയത്ത് ഞാൻ നോക്കുമ്പോൾ ചാർജ്, ഇതിൻ്റെ മുകളിൽ ചാർജ് നമുക്ക് സ്മോൾ Q ആണെന്ന് വിചാരിച്ചു. ഇനീഷ്യലി ചാർജ് Q എത്രയായിരുന്നു? 0 ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ചാർജ് എന്തായിട്ട് മാറി? ചാർജ് Q ആയിട്ട് മാറി അല്ലേ. ഇനി എത്ര കാലം ഇങ്ങനെ പോസിറ്റീവ് ചാർജസ് ഈ പ്ലേറ്റിൻ്റെ മുകളിലും ഈ നെഗറ്റീവ് ചാർജസ് ഈ പ്ലേറ്റിൻ്റെ മുകളിലും വരും? അത് എത്ര കാലം കണ്ടിന്യൂ ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, this movement of charges will continue until the applied potential and the potential across a capacitor plate both will become equal. ഈ കപ്പാസിറ്റർ പ്ലേറ്റിന് അക്രോസ് ആയിട്ട് വരുന്ന പൊട്ടൻഷ്യലും നിങ്ങൾ കൊടുക്കുന്ന അപ്ലൈഡ് പൊട്ടൻഷ്യലിൻ്റെ ഈക്വൽ ആവുന്ന വരെ ചാർജ് എന്ത് ചെയ്യും? മൂവ് ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കപ്പാസിറ്റർ പ്ലേറ്റിന് അക്രോസ് ആയിട്ട് വരുന്ന പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? നിങ്ങൾ അപ്ലൈ ചെയ്ത പൊട്ടൻഷ്യൽ V തന്നെയായിരിക്കും. അപ്പോഴത്തെ ചാർജ് എന്താക്കി മാറിയിട്ടുണ്ടാവും? ഈ കപ്പാസിറ്റർ പ്ലേറ്റിൽ അക്രോസ് ആയിട്ട് കിട്ടുന്ന ചാർജ് അതിൻ്റെ മാക്സിമം ചാർജായ ക്യാപിറ്റൽ Q ആയിട്ട് വന്നിട്ടുണ്ടാവും. ക്ലിയർ? നിങ്ങൾ ഈ കപ്പാസിറ്റർ പ്ലേറ്റിൽ ഇപ്പോൾ വേരിയേഷൻ ചെയ്യാണ്. ഇനീഷ്യൽ ചാർജ് 0 ആയിരുന്നു. ഇനീഷ്യൽ ചാർജ് 0 എന്ന് മാറിയിട്ട് എങ്ങോട്ടേക്ക് മാറുന്നു? അതിൻ്റെ മാക്സിമം ചാർജായ ക്യാപിറ്റൽ Qയിലേക്ക് മാറുന്നു. അതിൻ്റെ ഇടയിൽ നമ്മളൊരു ഇൻ്റർമീഡിയറ്റ് സ്റ്റെപ്പ് എടുക്കുകയാണ്. അവിടെയാണ് എന്ത് വരുന്നത്? ആ കപ്പാസിറ്റർ പ്ലേറ്റിൻ്റെ മുകളിൽ വരുന്ന ചാർജ് സ്മോൾ Q ആണ് നമ്മൾ എസ്യൂം ചെയ്യാം. ശരിയാണല്ലോ. അപ്പോൾ ഈ ചാർജ് ഇപ്പോൾ ഉള്ള ചാർജ് സ്മോൾ Q ആണല്ലേ. ആ സ്മോൾ Q എന്ന് പറഞ്ഞാൽ മാക്സിമം ചാർജ് അല്ലല്ലോ. അത് മിനിമം ചാർജ് 0ൻ്റെയും മാക്സിമം ചാർജ് ക്യാപിറ്റൽ Qൻ്റെ ഇടയിൽ വരുന്ന ചാർജാണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ സ്മോൾ Q ചാർജിൽ നിന്ന് വീണ്ടും ഒരു ചാർജ് ചെറുതായിട്ട് dQ എന്ന ചാർജ് ഞാൻ കൂട്ടിയെന്ന് വിചാരിച്ചു. ഈ സ്മോൾ Q എന്ന ചാർജിൻ്റെ കൂടെ ഞാൻ പ്ലസ് ഒരു dQ കൂടെ കൂട്ടുവാണ്. അപ്പോൾ dQ കൂട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പോസിറ്റീവ് ചാർജിനെ ഇവിടെ നിന്ന് എടുത്തിട്ട് എവിടെ കൊണ്ടുപോയിട്ട് റിജക്റ്റ് ചെയ്യണം? നെഗറ്റീവ് കൊണ്ട് റിജക്റ്റ് ചെയ്യണ്ടേ? എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പോസിറ്റീവ് ചാർജ് പ്ലേറ്റിന് കിട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നുണ്ട്? ഇലക്ട്രോൺസ് ഇവിടെ നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? ഈ നെഗറ്റീവ് കൊണ്ട് റിജക്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇലക്ട്രോൺസിന് ഈ പോസിറ്റീവ് പ്ലേറ്റിൽ നിന്ന് ഇലക്ട്രോൺസിന് നമ്മൾ എടുക്കുമ്പോൾ ഈ പോസിറ്റീവ് എന്ത് ചെയ്യും? അട്രാക്റ്റ് ചെയ്യുമല്ലോ. അതേപോലെ ഈ നെഗറ്റീവ് ഇലക്ട്രോൺസ് ഇവിടെ കൊണ്ട് റിജക്റ്റ് ചെയ്യുമ്പോൾ ഈ നെഗറ്റീവ് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യുമല്ലോ. അപ്പോൾ നിങ്ങൾ ചാർജ് ഈ Qയിൽ നിന്ന് ഒരു dQ എമൗണ്ട് കൂട്ടുമ്പോൾ നമുക്ക് ഈ പോസിറ്റീവ് ചാർജിൻ്റെ അട്രാക്റ്റീവ് ഫോഴ്സിനെ ഓവർകം ചെയ്യണം. അതേപോലെ ഈ നെഗറ്റീവ് പ്ലേറ്റിൻ്റെ റിപ്പൾസീവ് ഫോഴ്സിനെ ഓവർകം ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഇലക്ട്രോൺസ് ഇവിടെ നിന്ന് ഇവിടെ കൊണ്ട് റിജക്റ്റ് ചെയ്യാൻ പറ്റൂ. ശരിയല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം. നമ്മൾ വർക്ക് ചെയ്യുന്നതാണ്. ആരാ വർക്ക് ചെയ്യുന്നത്? ഈ സെല്ലാണ് വർക്ക് ചെയ്യുക. ശരിയല്ലേ? EMF ആണ് വർക്ക് ചെയ്യുന്നത്. ദിസ് വർക്ക് ഡൺ ബൈ ദ സെൽ ഈസ് സ്റ്റോർഡ് ആസ് ദി പൊട്ടൻഷ്യൽ എനർജി അക്രോസ് ദി കപ്പാസിറ്റർ. ക്ലിയർ ആണല്ലോ? ഇപ്പോൾ കപ്പാസിറ്റർ പ്ലേറ്റിൻ്റെ മുകളിൽ നിന്ന് ഇലക്ട്രോൺസ്, ഒരു പ്ലേറ്റിന് ഇലക്ട്രോണിനെ എടുത്തിട്ട്
അടുത്ത പ്ലേറ്റിൽ കൊണ്ട് റിജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സെല്ല് ചെയ്യുന്ന വർക്കാണ് ആ കപ്പാസിറ്ററിൻ്റെ എന്തായിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത്, അത് അതിൻ്റെ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നു. ഓക്കെ, അപ്പം ഈ എനർജി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അങ്ങനെയാണ് എന്താ കണ്ടുപിടിക്കേണ്ടത്, വർക്കാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ക്ലിയർ? അതെങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ്. നമ്മൾ ജനറൽ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വർക്കിൻ്റെ ഇക്വേഷൻ W = എന്തായിരുന്നു, Q/V ആണ് ജനറൽ ഇക്വേഷൻ. ക്ലിയർ അല്ലേ? അപ്പം നമ്മൾ ചെയ്യുന്ന വളരെ ഒരു നോക്കിയോ, ഈ വർക്ക് ഞാൻ ചെറിയൊരു ചാർജ് DQ എന്ന ചാർജിനെ മൂവ് ചെയ്യിക്കാൻ ആവശ്യമായ സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് DW എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അത് നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണ്, ഞാൻ എടുക്കുന്നത് V എന്ന പൊട്ടൻഷ്യൽ ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് V എന്ന പൊട്ടൻഷ്യൽ നിൽക്കുന്ന സമയത്താണ് നമ്മൾ ചെറിയ ചാർജ് DQനെ കൊണ്ടുവരുന്നത് അല്ലേ. അപ്പം ചെയ്യുന്ന വർക്ക് എന്തായിരിക്കും, V × DQ ആയിരിക്കും. ശരിയല്ലേ? അങ്ങനെയാണ് നമ്മൾ എന്താ ചെയ്യുക, ടോട്ടൽ വർക്കാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ടോട്ടൽ വർക്ക് ഈസ് ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യണം, ഇൻറ്റഗ്രേറ്റ് ചെയ്യണം, ഇൻറ്റഗ്രൽ ഓഫ് DW അല്ലേ ടോട്ടൽ വർക്കിന് അല്ലേ. അപ്പോൾ ഇത് വർക്ക് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പ്രശ്നം ചോദിച്ചാൽ, V എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എടുത്തിരിക്കുന്ന V എന്ന് പറയുന്നത് നിങ്ങളെ ചാർജ് Q എന്ന ചാർജസിൻ്റെ സമയത്ത് ഈ പ്ലേറ്റിന് അക്രോസ് ആയിട്ട് വരുന്ന പൊട്ടൻഷ്യലാണ് V. ഇവിടെ മാക്സിമം V അല്ല നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്, ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടായ V ആണ്. അപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ ചാർജിൻ്റെ എമൗണ്ട് പതുക്കെ കൂടി വരും. ചാർജ് കൂടുമ്പോൾ ആരും മാറും, ഇവിടെ വിയും മാറും. അപ്പോൾ വിയും വേരിയേഷൻ ഉണ്ടാവും, ക്യൂവിന് എന്തും ഉണ്ടാവും, വേരിയേഷൻ ഉണ്ടാവും. ശരിയല്ലേ? ഞാൻ ഉദ്ദേശിക്കുന്നത് മാക്സിമം പൊട്ടൻഷ്യലായ V അല്ലേ, V ഇനീഷ്യൽ വാല്യൂവിൽ നിന്ന് ചാർജ് കൂടുന്നതനുസരിച്ചിട്ട് കൂടി വരുന്ന വോൾട്ടേജാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വേരിയബിൾ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, ഈ വിനെ മാറ്റിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മളെ കയ്യിൽ ഇക്വേഷൻ ഉണ്ടല്ലോ, Q = CV അങ്ങനെ പഠിച്ച ഓർമ്മയില്ലേ, Q = CV ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ V = എന്തായിരിക്കും, Q/C ആയിരിക്കും. നമുക്ക് ഈ ഇക്വേഷനെ ഈ V/Q നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാറുള്ളത് Q/C × DQ. അപ്പോൾ നമ്മൾ DW എന്തായിട്ട് മാറും, ഇൻറ്റഗ്രൽ Vക്ക് പകരം Q/C × DQ. ഇങ്ങനെ എഴുതിയുള്ള ഗുണം എന്താണെന്നറിയോ, ഇവിടെ ഇപ്പം ഒരു വേരിയബിൾ മാത്രമേ ഉള്ളൂ, ചാർജ് Q DQ. കപ്പാസിറ്റൻസ് C എന്ന് പറഞ്ഞാൽ ഗിവൺ കപ്പാസിറ്ററിൻ്റെ അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ചാർജ് എവിടെ നിന്ന് എങ്ങോട്ടൊക്കെ വരെ ചെയ്യുന്നത്, ഇനീഷ്യൽ ചാർജ് 0 ആയിരുന്നു, ഫൈനൽ ചാർജ് മാക്സിമം ചാർജ് Q ആണ്. അപ്പം 0 to Q ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 0 to Q Q/C DQ. ശരിയല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി അങ്ങനെയാണെങ്കിൽ, therefore W = എന്ത് വന്നു, ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അറിയാൻ നിങ്ങൾക്ക് കോൺസ്റ്റൻറ്റ് ഇൻറ്റഗ്രലിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. സോ 1/C നമുക്ക് പുറത്തേക്ക് എടുക്കാം. പിന്നെ ആരും മാത്രമേ ഉള്ളൂ, ഇൻറ്റഗ്രൽ 0 to Q എന്താ വരുന്നത്, Q DQ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇൻറ്റഗ്രൽ ഓഫ് x dx എന്ന് പറഞ്ഞാൽ x² / 2 ആണ്. അങ്ങനെയാണ് ഇൻറ്റഗ്രൽ Q DQ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി Q² / 2 ആണ്. ലിമിറ്റ് വാരീസ് ഫ്രം 0 to Q. ശരിയല്ലേ? ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലോ 1/C, അത് നമ്മൾ അപ്പർ ലിമിറ്റ് വെച്ച് റീപ്ലേസ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ സ്മോൾ ക്യൂന് പകരം Q കൊടുക്കുക. സോ Q² മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 0 ആണ്, /2. സോ ദാറ്റ്സ് ഈക്വൽ ടു എന്ത് കിട്ടി, W = 1/C Q² / 2 എന്ന് കിട്ടി. ഓർ ഇറ്റ്സ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, ½ Q² / C എന്ന് എഴുതാം അല്ലേ. ഇതാണ് ആ EMF ചെയ്യുന്ന വർക്ക്. ചാർജിനെ സ്മോൾ ക്യൂന്ന് Q കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇത്രയധികം വർക്ക് ചെയ്യണം. ഈ വർക്കാണ് എന്തായിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത്, കപ്പാസിറ്ററിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. സോ പൊട്ടൻഷ്യൽ എനർജി U = ദ വർക്ക് W, ദാറ്റ്സ് ഈക്വൽ ടു എന്താ കിട്ടുന്നത്, ദാറ്റ്സ് ഈക്വൽ ടു ½ Q² / C എന്ന് കിട്ടി. ക്ലിയർ? അപ്പോൾ ഇതാണ് നമ്മളെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ. പക്ഷേ സാറിന് ഈ ഇക്വേഷനെക്കാളും കൂടുതൽ നമ്മൾ ഉപയോഗിച്ച് വരുന്ന ഇക്വേഷൻസ് വേറെയാണ്. ശ്രദ്ധിച്ചോ, നമുക്കിപ്പം കിട്ടിയ ഇക്വേഷനാണ് U = Q² / 2C ആണല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് Q = CV എന്ന് പഠിച്ചിട്ടുണ്ട്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി U എന്തായിരിക്കും, U ആണേ, V തിരിച്ചിരിക്കുന്നത്. U = എന്ത് കിട്ടും, Qന് പകരം CV എന്ന് കൊടുത്തു കഴിഞ്ഞാൽ C² V² / 2C എന്ന് വന്നു. സ്ക്വയറും C നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ ഇറ്റ്സ് ഈക്വൽ ടു ഇത് കിട്ടി, ½ CV². ഇതാണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ.
അല്ലെങ്കിൽ എനർജി സ്റ്റോറിൻ്റെ ഇക്വേഷൻ. ഇതായിരിക്കും നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ കുറച്ചും കൂടി എളുപ്പം. നമ്മൾ ഹാഫ് എം വി സ്ക്വയറിന് പഠിച്ച പോലെ എനർജി സ്റ്റോർ ഈസ് ഈക്വൽ ടു ഹാഫ് സി വി സ്ക്വയർ. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് കിട്ടിയത് ഇൻ ടേംസ് ഓഫ് ക്യു ആൻഡ് സി ആണ്. രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് കിട്ടിയത് ഇൻ ടേംസ് ഓഫ് സി ആൻഡ് വി ആണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ക്യൂവിൻ്റെയും വിൻ്റെ ടേമിലേക്ക് മാറ്റാം. അങ്ങനെ മാറ്റാൻ എന്താ ചെയ്യേണ്ടത്? ക്യൂവിനും വി അല്ലേ വേണ്ടത്, സീനെ ഒഴിവാക്കണം. സോ സി ഈസ് ഈക്വൽ നമുക്ക് എന്ത് കിട്ടി? സി ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡ് ബൈ വി എന്ന് കിട്ടി. അപ്പോൾ യു ഈസ് ഈക്വൽ എന്ത് കിട്ടും? യു ഈസ് ഈക്വൽ ടു ഹാഫ് സിക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം? ക്യൂ ഡിവൈഡ് ബൈ വി ഇൻറ്റു വി സ്ക്വയർ. ക്യാൻസൽ ചെയ്യാലോ. എന്ത് കിട്ടി? യു ഈസ് ഈക്വൽ ടു ഹാഫ് ക്യൂ വി എന്ന് കിട്ടി. ക്ലിയർ? അപ്പോൾ ഈ 3 ഇക്വേഷൻസ് ഓർത്ത് വെക്കുക. ഇതൊക്കെയാണ് കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജിയുടെ ഇക്വേഷൻസ്. ഇത് വേണമെങ്കിൽ എനർജി സ്റ്റോർ നമുക്ക് വേറെ തരത്തിലും കാണാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് നമ്മൾ കേസിൽ ക്യൂ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ വി എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എന്ന് പറഞ്ഞാൽ ക്യൂവും വി എടുത്ത് ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗ്രാഫിൻ്റെ ഷേപ്പ് ഓർമ്മയില്ലേ? ക്യൂവും വി എടുത്ത് ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ ഒന്ന് മറ്റേ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണെന്ന് പറഞ്ഞാൽ ദ ഗ്രാഫ് ഷുഡ് ബി സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ദ ഒറിജിൻ എന്ന് പഠിച്ചത്. ഓക്കെ, നിങ്ങൾക്ക് ട്രയാങ്കിൾ ഫോമിൽ കിട്ടി, ശരിയല്ലേ? ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഏരിയ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഏരിയ ഈസ് ഈക്വൽ ടു ട്രയാങ്കിൾ ലെയർ. സോ ഹാഫ് ബൈ എച്ച്, ദാറ്റ് മീൻസ് ഹാഫ് ക്യൂ വി. ഹാഫ് ക്യൂ എന്ന് പറയുന്നതാണ് എനർജിയാണ്. സോ ഇറ്റ്സ് ഈക്വൽ ടു എനർജി സ്റ്റോർഡ്. അങ്ങനെയാണെങ്കിൽ എനർജി കാണാൻ നമ്മൾ എന്തും ചെയ്താൽ മതി? ആ ക്യൂ വി ഗ്രാഫിൻ്റെ ഏരിയ കണ്ടാൽ മതി. ക്യൂ വി ഗ്രാഫിൻ്റെ സ്ലോപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ലോപ്പ് എന്തായിരുന്നു? കപ്പാസിറ്റൻസ് ആയിരുന്നു അല്ലേ? ക്യൂ വി ഗ്രാഫിൻ്റെ ഏരിയ കണ്ട് നമുക്ക് എന്ത് കിട്ടും? എനർജി കിട്ടും. ക്ലിയർ ആണല്ലോ? എനർജിയുടെ യൂണിറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെയായിരിക്കാം, ജൂൾ തന്നെയായിരിക്കും. ഓക്കെ, ഇനി അടുത്ത ടേം നമ്മൾ അറിയേണ്ടത് എനർജി ഡെൻസിറ്റിയാണ്. എന്താ എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ? എന്താ ഡെൻസിറ്റി എന്നിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ സാധാരണ പറയുന്ന മാസ് ഡെൻസിറ്റി, എന്തായിരുന്നു മാസ് ഡെൻസിറ്റി? മാസ് ഡെൻസിറ്റി മാസ് ഡിവൈഡ് ബൈ വോളിയം ആണ്. അങ്ങനെ എന്താ എനർജി ഡെൻസിറ്റി വരിക? എനർജി ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു എനർജി ഡിവൈഡ് ബൈ വോളിയം ആണ്. ശരിയല്ലേ? എനർജിൻ്റെ ഇക്വേഷൻ എന്താണ്? എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് സി വി സ്ക്വയർ ആണ്. എന്താ വോളിയത്തിൻ്റെ ഇക്വേഷൻ വരുന്നത്? നമ്മൾ കപ്പാസിറ്റർ പ്ലേറ്റ് ഓർമ്മയില്ലേ? കപ്പാസിറ്റർ പ്ലേറ്റ് എങ്ങനെയല്ലേ നമ്മൾ എടുത്തത്? പ്ലേറ്റിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ ആണ്, പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡി ആണ്. അങ്ങനെയാണെങ്കിൽ വോളിയം എന്തായിരിക്കും? ഈ ഇത്രയും പാർട്ടിൻ്റെ വോളിയം എന്തായിരിക്കും? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ഡി ആയിരിക്കും. ശരിയല്ലേ? ഇനിയും മാറ്റാം. എന്തായിരുന്നു കപ്പാസിറ്ററിൻ്റെ സീൻ്റെ ഇക്വേഷൻ വന്നത്? സി ഈസ് ഈക്വൽ ടു എ എപ്സിലോൺ 0 ഡിവൈഡ് ബൈ ഡി ആണ്. അങ്ങനെയാണ് ഇക്വേഷൻ ഇങ്ങനെ മാറ്റാം. എനർജി ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ഹാഫ് സിക്ക് പകരം എ എപ്സിലോൺ 0 ഡിവൈഡ് ബൈ ഡി. പിന്നെന്താ വരുന്നത്? ഒരു കാര്യം കൂടി മാറ്റാം നമുക്കിവിടെ. വി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇ ഈക്വൽ ടു വി ഡിവൈഡ് ബൈ ഡി എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഫോർ വി ഈസ് ഈക്വൽ എന്ത് കിട്ടും? വി ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഡി എന്ന് കിട്ടും. സീരിയസ് അല്ലേ? അങ്ങനെയാണെങ്കിൽ വി സ്ക്വയർ വരെ നമുക്ക് എന്ത് ചെയ്താം? ഇ ഡി ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇ സ്ക്വയർ ഡി സ്ക്വയർ ഡിവൈഡ് ബൈ ഇത് വന്നു എ ഡി വന്നു. ഡിയും സ്ക്വയറിലൊരു ഡി പോയി, ഇ ഡിയും ഇതും പോയി, പിന്നെ എയും പോയി. അങ്ങനെ ലാസ്റ്റ് എന്താ കിട്ടുന്നത്? എനർജി ഡെൻസിറ്റി ഈക്വൽ ടു ഹാഫ് എപ്സിലോൺ 0 പിന്നെ എന്ത് മാത്രമേ ബാക്കിയുള്ളൂ? ഇ സ്ക്വയർ. ഇതാണ് എനർജി ഡെൻസിറ്റിയുടെ ഇക്വേഷൻ. ഹാഫ് എപ്സിലോൺ 0 ഇ സ്ക്വയർ. കൃത്യമായിട്ട് പഠിച്ചേക്കുക. ഇത് ഇക്വേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ടേം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആയതുകൊണ്ട് തന്നെ എനർജി ഏത് ടൈപ്പ് എനർജിയാണ് കപ്പാസിറ്റർ സ്റ്റോർ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എനർജി അത് ഇലക്ട്രിക്കൽ എനർജിയാണ്. ഏതാണല്ലോ? മാത്രമല്ല ഒരു കാര്യം കൂടി, ഹാഫ് എപ്സിലോൺ 0 കോൺസ്റ്റൻ്റ് ആയത് നമുക്ക് എന്ത് പറയാം? എനർജി ഡെൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, അതും പറയാം. ക്ലിയർ? ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഈ എനർജി ഡെൻസിറ്റി കേസിൽ നിന്ന് പഠിച്ചിട്ടുണ്ടാവണം. ശരിയാണല്ലോ? ഇനി ശ്രദ്ധിച്ചോളേ. ഇത് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിന്ന് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ ഇതിന് പുറമെ ഒരു 1D ഗ്രാഫ് ജനറേറ്റർ കൂടെ ഉണ്ട്. അത് ഇപ്പം വിക്ടേഴ്സ് ചാനൽ എടുത്ത് കാണുന്നില്ല, നമുക്ക് ആവശ്യം നമുക്ക് അങ്ങോട്ട് പറയാം. തൽക്കാലം അത് ഇവിടെ നിൽക്കട്ടെ. ഇത്രയും കാര്യങ്ങൾ ഈ ഭാഗത്ത് പഠിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞ കേസിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കപ്പാസിറ്റൻസ് ചാപ്റ്റേഴ്സൊക്കെ പറഞ്ഞതിൽ
എന്താണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, അതിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻസ് ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. കപ്പാസിറ്റൻസ് സീരീസ് കോമ്പിനേഷൻ, പാരലൽ കോമ്പിനേഷൻ, അത് വെച്ചിട്ട് എന്തെങ്കിലും പ്രോബ്ലം, പിന്നെ അതേപോലെ എനർജി സ്റ്റോർഡിൻ്റെ കപ്പാസിറ്റർ, ഇത്രയും കാര്യങ്ങളാണ് സാധാരണ വരാറ്. നമ്മൾ പറഞ്ഞ കാര്യം നമുക്ക് ഒന്നുകൂടെ വേണമെങ്കിൽ ഓടിച്ച് പോവാം. ഇതാണ് നമ്മളെ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്നുള്ളത്. നമ്മളിവിടെ സെല്ല് കണക്ട് ചെയ്യുന്നു. സെല്ലിൻ്റെ ഒരു പാർട്ട് ഈ പ്ലേറ്റിൻ്റെ അപ്പർ പാർട്ടിലും പിന്നെ മറ്റേത് സെല്ലിൻ്റെ നെഗറ്റീവ് പാർട്ട് വന്നിട്ട് ബോട്ടം പോയിൻറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പം കൊടുക്കുന്ന സെല്ലിൻ്റെ ചാർജ് എത്രയാണ്? പൊട്ടൻഷ്യൽ 0 ആണ് അല്ലേ? അതാണ് ഇവിടെ 0 എന്ന് കൊടുത്തിട്ടുള്ളത്. 0 പൊട്ടൻഷ്യലാണ്. അപ്പോൾ അങ്ങനെ 0 പൊട്ടൻഷ്യൽ വരുമ്പോൾ രണ്ട് പ്ലേറ്റിൻ്റെ മുകളിലും ചാർജ് ഒന്നുമില്ല. വോൾട്ടേജ് എത്രയായിട്ട് മാറി? വോൾട്ടേജ് ഇവിടെ കാണുന്നുണ്ട്. വോൾട്ടേജ് 0 എന്ന് കാണുന്നു. വോൾട്ട്മീറ്റർ വോൾട്ടേജ് 0 എന്ന് കാണുന്നുണ്ട്. ക്ലിയർ? ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം, ഞാൻ പതുക്കെ പൊട്ടൻഷ്യൽ അപ്ലൈ ആണ്. പൊട്ടൻഷ്യൽ അപ്ലൈ എന്ന് പറഞ്ഞാൽ സെല്ലിൻ്റെ വോൾട്ടേജ് പതുക്കെ കൂട്ടുന്നു. ശ്രദ്ധിക്കുക, വോൾട്ടേജ് പതുക്കെ കൂട്ടും തോറും എന്ത് വന്നു? ഫസ്റ്റ് പ്ലേറ്റിന് മുകളിൽ പോസിറ്റീവ് കണക്ട് ചെയ്യുന്ന പ്ലേറ്റിന് മുകളിൽ പോസിറ്റീവ് ചാർജ് കിട്ടി. നെഗറ്റീവ് കണക്ട് ചെയ്യുന്ന പ്ലേറ്റിന് മുകളിൽ നെഗറ്റീവ് ചാർജ് കിട്ടി. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നിങ്ങൾക്കറിയാം. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് ഫ്ലോ ചെയ്യുക? പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലാണ്. എയറോ മാർക്കോടെ ശ്രദ്ധിക്കുക, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോകുന്നു. ക്ലിയർ? ഞാനിങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ ഈ പ്ലേറ്റിന് ഒരു കപ്പാസിറ്റൻസ് ഉണ്ട്. ആ കപ്പാസിറ്റൻസ് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. C = A ε0 / D എന്ന് പഠിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനാണ്, പിന്നെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ആണ്, ദെൻ മീഡിയമാണ്. ആ 3 ടേംസിനും ഈ കേസ് വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ മുകളിൽ ഈ ഗ്രീൻ കളറിൽ കാണുന്ന കപ്പാസിറ്റൻസ് അതെന്തായി കിടക്കും? കോൺസ്റ്റൻ്റ് ആയി നിൽക്കും. അതിൽ മാറ്റമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഞാൻ വോൾട്ടേജ് കൂട്ടുന്നു. ശ്രദ്ധിക്കുക, വോൾട്ടേജ് കൂട്ടുന്തോറും ഈ പ്ലേറ്റിൻ്റെ മുകളിൽ ചാർജ് കൂടും. കാരണം പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്നതോറും എന്തുണ്ടാവും? ഇവിടുന്ന് കൂടുതൽ ഇലക്ട്രോൺസ് ഒരു പ്ലേറ്റിന് മറ്റേ പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും, ഷിഫ്റ്റ് ചെയ്യപ്പെടും. അതുകൊണ്ട് പ്ലേറ്റിന് മുകളിലാണ് പോസിറ്റീവ് ചാർജ് കൂടും, ഓട്ടോമാറ്റിക്കലി നെഗറ്റീവ് ചാർജും കൂടും. അങ്ങനെ ചാർജ് കൂടിക്കഴിഞ്ഞാൽ ഇടയിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് കൂടുന്നതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ ഇൻറ്റൻസിറ്റി ഇവിടെ എന്ത് ചെയ്യുന്നു? കൂടുതലായിട്ട് വരും. ഓക്കെ, ശരി. ഞാനത് പതുക്കെ വീണ്ടും കൂട്ടുവാണ്. ക്ലിയർ ആണല്ലോ? കൂടി വരും. ശരി. അപ്പോൾ അത് കൂട്ടുമ്പോൾ ശ്രദ്ധിക്കുക, പ്ലേറ്റിന് മുകളിൽ ചാർജ് റെഡ് കളറിൽ കാണുന്ന ചാർജ്, ആ ചാർജ് പതുക്കെ കൂടി വരുന്നുണ്ട്. പിന്നെ പൊട്ടൻഷ്യൽ കൂടുന്നതുകൊണ്ട് തന്നെ ആ കപ്പാസിറ്റി സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജി, അത് യെല്ലോ കളർ കാണുന്ന എനർജി എന്ത് ചെയ്യുന്നു? പതുക്കെ കൂടി വരും. ഓക്കെ. ഇനി നെഗറ്റീവ് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്നെങ്കിൽ നേരെ മാറും. ഫസ്റ്റ് പ്ലേറ്റിന് മുകളിൽ നെഗറ്റീവ് കിട്ടും, സെക്കൻഡ് പ്ലേറ്റിൽ പോസിറ്റീവ് കിട്ടും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇൻറ്റൻസിറ്റിയും മാറും. പക്ഷേ ബാക്കിയൊക്കെ മാറ്റമൊന്നുമില്ല, കപ്പാസിറ്റൻസ് മാറ്റമൊന്നും ഉണ്ടാവില്ല. ക്ലിയർ? ഇനി ശ്രദ്ധിച്ചോളെ, ഞാൻ ഇനി അടുത്തത് ഈ കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റിൻ്റെ ഏരിയ മാറ്റുക. ഏരിയ കുറച്ചു. ഏരിയ കുറക്കുമ്പോൾ കപ്പാസിറ്റൻസ് എന്ത് മാറ്റാൻ വരിക? C = A ε0 / D ആണ്. അപ്പോൾ A കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് കുറഞ്ഞു? കപ്പാസിറ്റൻസ് ഗ്രീൻ കളറിൽ കാണുന്ന മുകളിൽ ഗ്രീൻ കളർ പോയിന്റർ വയ്ക്കുന്ന ഗ്രീൻ കളറിൽ കാണുന്ന കപ്പാസിറ്റൻസ് കുറഞ്ഞു. ഏരിയ കൂട്ടുന്തോറും കപ്പാസിറ്റൻസിൻ്റെയും കൂടി വരും. ക്ലിയർ? ഇനി പ്ലേറ്റുകൾ തമ്മിൽ ഡിസ്റ്റൻസ് കുറക്കുമ്പോൾ A ε0 / D ആണ്. അപ്പോൾ D കുറയുമ്പോൾ കപ്പാസിറ്റൻസിൻ്റെയും കൂടും, പ്ലേറ്റുകൾ ഡിസ്റ്റൻസ് കൂടുന്നതോറും കപ്പാസിറ്റൻസിൻ്റെയും കുറയും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് ഈ ചാപ്റ്ററിൽ നിന്ന് പഠിച്ചു വെക്കുക. ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്.